നമസ്കാരം. അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാർത്തകളാണ് എവിടെയുമുള്ളത്. പുതുവർഷത്തിന് മുൻപ് തന്നെ അയോധ്യയിലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ജനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ അതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരും. അയോധ്യയിലെ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. സീറ്റ് വിഭജനത്തിലടക്കം തർക്കവും രൂക്ഷമാകുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പശ്ചിമ ബംഗാളിൽ റേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റപ്പെടുന്ന സാഹചര്യവും ഉടലെടുത്തിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച നടപടിയെ കോൺഗ്രസ് അപലപിച്ചതോടെ ഇന്ത്യ മുന്നണിയിൽ അതേ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷമാവുകയാണ്. ബീഹാറിൽ കോൺഗ്രസുമായി സീറ്റ് വിഭജനത്തിനില്ലെന്ന നിതീഷ് കുമാറിന്റെ പരാമർശവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. മറുവശത്ത് ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. നിരവധി വിശേഷങ്ങളാൽ പുതുവർഷം ഏറെ സജീവമാണ്. സ്വാഗതം പുതുവർഷത്തിലെ ഇന്ത്യ 360യുടെ ആദ്യ എപ്പിസോഡിലേക്ക്. എല്ലാ കണ്ണുകളും അയോധ്യയിലാണ്. ജനുവരി 22 അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും. വിശ്വാസവും മതവും ജാതിയുമെല്ലാം കൂടിക്കലർന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ നിർണായക ഘടകം കൂടിയാണ് രാമക്ഷേത്രം. അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള ക്ഷണം പോലും രാഷ്ട്രീയ വിഷയവും ആയുധവുമൊക്കെയാവുകയാണ്. രാംലല്ലയുടെ പ്രതിഷ്ഠയിലൂടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് BJP വ്യക്തമാക്കുമ്പോൾ ചടങ്ങിലേക്കുള്ള ക്ഷണം കോൺഗ്രസിന് ഇരുതല മൂർച്ചയുള്ള വാളായി മാറുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേന്ദ്രബിന്ദുവായിരുന്ന വിഷയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാകുന്നത്. എന്നും രാമക്ഷേത്രത്തിലൂന്നിയുള്ള ഹിന്ദുത്വമായിരുന്നു BJPയുടെ പ്രചരണായുധം. ഇത് തങ്ങൾ യാഥാർത്ഥ്യമാക്കിയെന്ന് ജനമനസ്സുകളിൽ പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ ഉറപ്പിച്ച് രാമക്ഷേത്രത്തെ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പുതിയ പദ്ധതികളിലേക്ക് കടക്കുകയാണ് BJP. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണവും ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെടാത്തവരും ചടങ്ങിലേക്ക് പോകുന്നവരും പോകാത്തവരും തീരുമാനമെടുക്കാത്തവരിലുമായി ചുറ്റിത്തിരിയുകയാണ് ദേശീയ രാഷ്ട്രീയം. മറ്റു വിഷയങ്ങളെയെല്ലാം അപ്രസക്തമാക്കി അയോധ്യയും രാമക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റി ഇന്ത്യൻ രാഷ്ട്രീയം നീങ്ങുന്നുവെന്ന പ്രതീതിയിലേക്ക് ഇതര രാഷ്ട്രീയ പാർട്ടികളെ പോലും കൊണ്ടുചെന്നെത്തിക്കാൻ BJPക്ക് സാധിച്ചു. അയോധ്യയ്ക്കായി 11,000 കോടിയുടെ വിവിധ വികസന പദ്ധതികളാണ് മോദി ഉദ്ഘാടനം ചെയ്തത്. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവള ഉദ്ഘാടനത്തിന് പിന്നാലെ പൊതുസമ്മേളനത്തിൽ ജയ് ശ്രീറാം വിളികളോടെയാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത്. ഒരു ജനതയുടെ 500 വർഷത്തെ കാത്തിരിപ്പാണ് രാമക്ഷേത്രത്തിലൂടെ സാധ്യമാകുന്നതെന്ന് അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ഓരോ വീടുകളിലും ദീപം തെളിയിച്ച് ശ്രീരാമജ്യോതി ആഘോഷിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അങ്ങനെ അയോധ്യയിലെ രാമനെ ഓരോ വീട്ടിലേക്ക് മാനയിക്കുകയാണ് BJP. ഇന്ത്യയിൽ രാമനെ അംഗീകരിക്കുന്നത് ആരെല്ലാമാണെന്ന് ആവർത്തിച്ചു ചോദിക്കുകയാണ് BJP. എന്തുത്തരം പറയണമെന്നറിയാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ് ഉൾപ്പെട്ട പ്രതിപക്ഷം. ഇല്ലെന്ന് പറഞ്ഞാൽ അത് രാമരാജ്യത്തെ എതിർക്കലാവും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം BJP ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം ശരിയെന്ന് അംഗീകരിക്കലാകും. मुझे कोई न्योते की आवश्यकता नहीं है. हमारे हृदय में बसे हैं भगवान राम. न्योता मतलब कांग्रेस के किसी नेता का? पहली बात तो यह है कि जिस रामलला की लड़ाई पर मूर्ति पर सारा झगड़ा हुआ वो मूर्ति कहाँ है? वो मूर्ति स्थापित क्यों नहीं हुई? नई मूर्ति कहाँ से आ रही है? वो रामलला की मूर्ति जिस पर कि सारा झगड़ा हुआ वो कहाँ है? इस पर
हम लोग उनसे पूछना चाहते हैं कि नई मूर्ति की आवश्यकता क्या पड़ी। बीजेपी कह रही है कि कांग्रेस के लिए जवाब होगा जिन्होंने भगवान राम को काल्पनिक क्या राम मंदिर भारतीय जनता पार्टी का मंदिर है? ये हमारे देश के हर व्यक्ति का मंदिर है, हमारे सनातन धर्म का एक बहुत बड़ा प्रतीक है और मुझे बड़ी खुशी है कि राम मंदिर अंत में बन रहा है। വിഷയത്തിൽ കോൺഗ്രസിന് ആശയക്കുഴപ്പമാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നാഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. മുന്നണിയിലെ പ്രധാന സഖ്യകക്ഷികളായ തൃണമൂൽ കോൺഗ്രസ്, DMK, CPM എന്നിവർ അയോധ്യയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്ന് ഉറച്ച തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞു. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഭൂരിപക്ഷ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ പൊള്ളലേൽക്കാതെ നീങ്ങാനാണ് നിലവിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തുള്ള കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് മുന്നണിയിൽ ഭിന്നതയ്ക്ക് കാരണമായേക്കും. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമാക്കി BJP ഉയർത്തിക്കാട്ടുന്ന രാമക്ഷേത്രം എന്ന തന്ത്രത്തെ ചെറുക്കാനുള്ള മറുവിധിയൊന്നും ഇനിയും തയ്യാറാക്കാൻ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ സാധിച്ചിട്ടുമില്ല. അതിലവർക്ക് വ്യക്തതയുമില്ല. മൃദു ഹിന്ദുത്വത്തെയാണോ മതേതരത്വത്തെയാണോ കൂടെ കൂട്ടേണ്ടതെന്നാണ് അവരെ വലയ്ക്കുന്ന പ്രധാന ചോദ്യം. ഇതുതന്നെയാണ് BJP ലക്ഷ്യമിട്ടതും. തങ്ങളെ എതിർക്കാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയെ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ യോജിക്കാനാകാത്ത നിലയിലേക്കുള്ള അഭിപ്രായ ഭിന്നതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇക്കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ OBC സംവരണവും ജാതി സെൻസസും ഒക്കെ പയറ്റി നോക്കിയെങ്കിലും അത് ജനങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാൽ OBC സംവരണത്തിലും ജാതി സെൻസസിലും ഊന്നിയുള്ള പ്രചാരണത്തിന് ഇന്ത്യ മുന്നണി ശ്രമിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനിടെ വീണ്ടും അയോധ്യ വിധിയും ഉയർന്നു വരികയാണ്. ഒരൊറ്റ വിധി, അതും കോടതിയുടെ വിധിയാണ് അയോധ്യ കേസിലുണ്ടായത്. ഇത് സംഘർഷങ്ങളുടെ ചരിത്രം പരിഗണിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാണെന്ന് നിലവിലെ ചീഫ് ജസ്റ്റിസും അന്ന് വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗവുമായ DY ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. When the 5-judge bench sat to deliberate on the judgment, as we all do before a judgment is pronounced, we all decided unanimously that this will be a judgment of the court, and therefore there was no authorship ascribed to an individual judge. The case had a long history of conflict, of diverse viewpoints, based on the history of the nation. And all of us who were part of the bench decided that this will be a judgment of the court. The court will speak through one voice. And the idea of doing so was to send a clear message that all of us stood together, not only in the ultimate outcome, but in the reasons which were indicated in the judgment. And that was why we decided that this will read as a judgment of the court. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പരാമർശത്തോടെ വീണ്ടും ചർച്ചയാകുന്ന മറ്റൊരു വിഷയമുണ്ട്. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ വിരമിച്ച 3 ജഡ്ജിമാർക്ക് പല കാലങ്ങളിലായി സർക്കാർ പല പദവികൾ നൽകിയെന്നുള്ളതാണ് വീണ്ടും ഉയർന്നു വരുന്നത്. ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകിയ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിലവിൽ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമാണ്. ബെഞ്ചിലെ മറ്റൊരംഗമായിരുന്ന അശോക് ഭൂഷൺ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷനായി. ജസ്റ്റിസ് അബ്ദുൽ നസീറിനെ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറുമാക്കി. തിരിച്ചടികൾ മറന്ന് വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് പുതുവർഷത്തിൽ കോൺഗ്രസ്. പുതിയ നിലപാടുകൾ, പുതിയ കരുത്ത്, അല്പം പഴയ പദ്ധതി. ഇതാണ് കോൺഗ്രസിന്റെ 2024 ആദ്യ ദിവസങ്ങളെ വിശേഷിപ്പിക്കേണ്ടത്. ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പായ ഭാരത് ജോഡോ ന്യായ് യാത്രയാണ് അല്പം പഴക്കമുള്ളത്. ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുകയാണ്. ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ചർച്ചകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ തീരുമാനം. അങ്ങനെ ആകെ മൊത്തം പുതുപുത്തൻ നീക്കങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യ മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ പോയ വർഷം അവസാനത്തോടെ ആരംഭിച്ചിരുന്നു. 330 സീറ്റുകളിൽ മത്സരിക്കാനായിരുന്നു ആദ്യം കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. അതായത് മുന്നണിയിലുള്ളവരിൽ നിന്ന് 85ഓളം സീറ്റുകൾ കൂടുതലായി ചോദിച്ച് അതിൽ മത്സരിക്കുക എന്നതായിരുന്നു തീരുമാനം.
എന്നാൽ ഇതിന് മാറ്റം വന്നു കഴിഞ്ഞു എന്ന് വേണം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. സീറ്റ് പങ്കിടലിന്റെ കാര്യത്തിൽ കടുംപിടുത്തം വേണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നാഷണൽ അലയൻസ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ചർച്ച നടന്നു. മുന്നണിയിലെ കക്ഷികളുമായി സീറ്റ് പങ്കിടൽ ചർച്ചകൾ ആരംഭിക്കാൻ നേതൃത്വം കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. 255 സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. മുന്നണിയിൽ ആവശ്യപ്പെടാനുള്ള സീറ്റുകളെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വങ്ങൾ ലിസ്റ്റ് നൽകിയെങ്കിലും വിജയസാധ്യതകളുള്ള സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റിടങ്ങളിൽ BJP വിരുദ്ധ ചേരിക്ക് ശക്തി പകരണമെന്ന നിർദ്ദേശമാണ് മല്ലികാർജ്ജുൻ ഖർഗെ മുന്നോട്ട് വെച്ചത്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകണം നിലപാട് മാറ്റം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 52 ഇടത്ത് മാത്രമാണ് വിജയിച്ചത്. പഞ്ചാബിൽ AAP-യുമായി സഖ്യം സാധ്യമല്ലെന്നും എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നതുമാണ് സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ അലയൻസ് കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പഞ്ചാബിലും ഡൽഹിയിലും സഖ്യത്തിന് തയ്യാറാണെന്ന് AAP വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇരു പാർട്ടികളുടെയും സംസ്ഥാന ഘടകങ്ങൾ എതിരെ നിൽക്കുകയാണ്. പഞ്ചാബിലും ഡൽഹിയിലും AAP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഹരിയാനയിലും ഗുജറാത്തിലും സീറ്റ് വിട്ടു നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഉത്തർപ്രദേശിൽ ആകെയുള്ള 80 സീറ്റുകളിൽ 20 ഇടത്ത് വിജയപ്രതീക്ഷയുണ്ടെന്നാണ് കോൺഗ്രസ് സംസ്ഥാന ഘടകം അവകാശപ്പെടുന്നത്. എന്നാൽ 2 സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് നൽകില്ലെന്ന് നേരത്തെ തന്നെ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ ലഭിച്ചത് സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലി മാത്രമാണ്. 80 സീറ്റിൽ 65 ഇടത്ത് മത്സരിക്കാനാണ് SP ആലോചിക്കുന്നത്. ബാക്കി 15 സീറ്റിൽ ഭൂരിഭാഗവും RLDക്ക് നൽകിയേക്കും. ബീഹാറിൽ 12 സീറ്റിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. RJD-യുമായും JDU-യുമായും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ബീഹാർ ഘടകം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിലാണ് ബീഹാറിൽ പാർട്ടി മത്സരിച്ചത്. ബംഗാളിൽ 6 സീറ്റ് ചോദിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. 4 സീറ്റിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ബംഗാൾ ഘടകം അവകാശപ്പെടുന്നു. എന്നാൽ 2 സീറ്റിൽ കൂടുതൽ നൽകാനാകില്ല എന്നാണ് മമതാ ബാനർജിയുടെ നിലപാട്. ലോക്സഭയിലേക്കുള്ള ഒരുക്കങ്ങൾക്കൊപ്പം 4 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ കോൺഗ്രസിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും ആന്ധ്രാപ്രദേശും ഒഡീഷയും. ഒഡീഷയിൽ കോൺഗ്രസിന്റെ പ്രഭാവം കുറഞ്ഞു വരികയാണ്. BJD-യും BJP-യും കരുത്താർജിക്കുകയുമാണ്. ആന്ധ്രയിൽ അതല്ല ചിത്രം. TDP-യും YSR കോൺഗ്രസും കരുത്തരായി തുടരുന്ന ആന്ധ്രയിൽ തിരിച്ചുവരാനാകാതെ ഉഴലുകയാണ് കോൺഗ്രസ്. ഇവിടേക്കാണ് YS ശർമിളയുടെ കടന്നുവരവ്. It gives me immense joy that the YSR Telangana party is going to be a part of the Indian National Congress, that YSR Telangana party is not going to be separate anymore from the Congress party gives me great delight. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകളായ ശർമിള അച്ഛന്റെ മരണത്തിന് പിന്നാലെ സഹോദരനൊപ്പം പാർട്ടി വിട്ടിരുന്നു. പിന്നീട് സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിയുമായി പിണങ്ങി സ്വന്തം പാർട്ടി രൂപീകരിച്ചു. ഒറ്റയ്ക്ക് ഇത്രനാൾ നിന്നിട്ട് കാര്യമായ നേട്ടമുണ്ടാക്കാനാകാഞ്ഞതോടെയാണ് ശർമിള ഇപ്പോൾ കോൺഗ്രസിൽ ലയിച്ചത്. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് തെലങ്കാനയിലെ പ്രവർത്തന കേന്ദ്രം ഉപേക്ഷിച്ച് ആന്ധ്രാപ്രദേശിലേക്ക് മടങ്ങുകയാണ് ശർമിള. ശർമിളയെയും അവരുടെ YSRT പാർട്ടിയെയും ഒപ്പം ചേർത്ത് ആന്ധ്രാപ്രദേശിൽ പുനരുജ്ജീവനം ലക്ഷ്യം വയ്ക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാന വിഭജനത്തിന് ശേഷം നടന്ന 2014-ലെയും 2019-ലെയും ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ഉൾപാർട്ടി തർക്കങ്ങൾ, ശോഷിച്ച സംഘടന, നേതൃത്വത്തിന്റെ അഭാവം അങ്ങനെ ആന്ധ്രയിൽ കോൺഗ്രസിന് അടിപതറിയതിന് കാരണങ്ങളേറെയുണ്ട്. സ്ത്രീകൾ, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വോട്ട് ബാങ്ക്. ശർമിളയുടെ സാന്നിധ്യത്തിന്റെ സഹായത്തോടെ ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനും നേട്ടമുണ്ടാക്കാനുമാണ് കോൺഗ്രസ് ശ്രമം.
ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഒഡീഷ, ആന്ധ്ര എന്നിവിടങ്ങളിലും ഉത്തർപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലുമെല്ലാം പ്രചാരണം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യാത്ര കോൺഗ്രസിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും യാത്ര വീണ്ടും എത്തുന്നുവെന്ന സവിശേഷതയുമുണ്ട്. BJPക്കെന്നും ബാലികേറാമലയാണ് ദക്ഷിണേന്ത്യ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപും. ഇതിന് 2024 പരിഹാരം കാണുകയാണ് BJPയുടെ ലക്ഷ്യം. ഇതിനുള്ള നീക്കങ്ങൾ BJP അണിയറയിലും നേരിട്ടും തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട്, കേരള, ലക്ഷദ്വീപ് സന്ദർശനം. ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വം വോട്ട് നേടിത്തരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ മറുതന്ത്രം മെനയുകയാണ് നരേന്ദ്രമോദിയിലൂടെ BJP. വികസനവും ന്യൂനപക്ഷ സമുദായങ്ങളുമായുള്ള കൂടിക്കാഴ്ചകളുമെല്ലാം അതിന്റെ ഭാഗമാണ്. അവസാനമുണ്ടായ പ്രളയക്കെടുതിയിൽ ബുദ്ധിമുട്ടിയ ചെന്നൈക്കും തമിഴ്നാടിനും ആവശ്യമായ ധനസഹായം നൽകാതെ നിന്ന കേന്ദ്ര സർക്കാരാണ് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ തിരുച്ചിറപ്പള്ളിയിലെത്തിയത്. വ്യോമയാനം, റെയിൽവേ, റോഡ്, ഷിപ്പിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് 19,850 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത്. ഒരു ദിവസം പോലും നീണ്ടു നിൽക്കാത്ത സന്ദർശനത്തിനൊടുവിൽ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലുമെത്തി. ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടുകളിലും തീരുമാനങ്ങളിലും ഏറെ പ്രതിഷേധമുയർന്ന ദ്വീപിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര അതിനാൽ ശ്രദ്ധേയമാവുകയായിരുന്നു. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങിയത് കേരളത്തിൽ BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നായ തൃശൂരിൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതുവർഷത്തിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി സന്ദർശിക്കുന്നത് ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണെന്നത് ഏറെ പ്രസക്തമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായും അതിൽ BJPയുടെ ദൗത്യവുമായും പ്രധാനമന്ത്രി മോദിയുടെ ഈ സന്ദർശനങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദക്ഷിണേന്ത്യയിൽ BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കാൻ മോദി മനസ്സിൽ കണ്ട തന്ത്രം എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ദക്ഷിണേന്ത്യയിൽ BJP നിരവധി വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നേരിടുന്ന വലിയ വെല്ലുവിളി ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പ്രതിച്ഛായ തന്നെയാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നടപടികൾ BJPയും RSSും നേരത്തെ ആരംഭിച്ചിരുന്നു. ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന സെമിനാർ പോലും അതിന്റെ മുന്നൊരുക്കമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ തെക്കൻകോട്ട തകർക്കാൻ BJP തങ്ങളുടെ ഏറ്റവും വലിയ മുഖമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. സാംസ്കാരികത, ദേശീയത, അഴിമതിയോടുള്ള അസഹിഷ്ണുത, വികസന പദ്ധതികൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൂന്നിയാണ് BJPയുടെ പ്രചാരണം. കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും പിന്നാലെ മിഷൻ സൗത്തിലെ BJPയുടെ ശ്രദ്ധ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ പാർട്ടി നേടിയ വിജയമാണ് ഇതിന് കാരണം. പ്രധാനമന്ത്രി മോദിയുടെ മണ്ഡലമായ വാരണാസിയെ തമിഴ്നാടുമായി സാംസ്കാരികമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അതാണ് 2022 ആദ്യമായി സംഘടിപ്പിച്ച കാശി തമിഴ് സംഗമം. അടുത്തിടെ രണ്ടാമത്തെ കാശി തമിഴ് സംഗമവും സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനമന്ത്രി മോദിയും പങ്കെടുത്തിരുന്നു.
ഇതിനെല്ലാം ശേഷം പുതുവർഷത്തിൽ നടന്ന സന്ദർശനത്തിൽ 20,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. The year 2024 is peaceful and prosperous for everyone. It is a privilege that my first public program in 2024 is happening in Tamil Nadu. തമിഴ്നാടിന് പിന്നാലെ മോദി പറന്നിറങ്ങിയത് ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപിലാണ്. കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന ഇവിടെ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ വർഷങ്ങളിലടക്കം ഉണ്ടായത്. സ്കൂളുകളിലെ ആഹാരം മുതൽ ദ്വീപിലെ കന്നുകാലി വളർത്തലിൽ വരെ ഇടപെട്ട അഡ്മിനിസ്ട്രേറ്റർക്ക് അനുകൂലമായിരുന്നില്ല ജനവികാരം. അത് കേന്ദ്രത്തിലുള്ള BJPക്ക് എതിരാണ് താനും. രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ദ്വീപിൽ സ്നോർക്കലിംഗും സ്കൂബ ഡൈവിംഗും ഒക്കെ ചെയ്ത് സമയം ചെലവഴിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമാണ് ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി പുറത്തുവന്നത്. ഇതിന് പിന്നാലെ മോദി വന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ. 2016 ഒരു MLA മാത്രം ലഭിച്ച കേരളത്തിൽ BJP ആഗ്രഹിക്കുന്നത് തുടർ വിജയങ്ങളാണ്. അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. അവിടേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയും റോഡ് ഷോ അടക്കം നടത്തുകയും ചെയ്യുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കൽ കൂടിയാവുകയാണ്. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. ഇടത് സർക്കാരിനും കോൺഗ്രസിനും എതിരായ വിമർശനങ്ങളും 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനിടെ 18 തവണ പ്രയോഗിച്ച മോദി ഗ്യാരണ്ടിയും ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങളുമെല്ലാം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്ന സൂചനകൾ ലഭിച്ചതു മുതൽ ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ അതിൽ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് സാധിച്ചിട്ടുമുണ്ട്. തൃശൂരിലെ ഹിന്ദു വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഭിന്നിപ്പിക്കാനായാൽ സുരേഷ് ഗോപിക്ക് അവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ൽ തുടക്കമിട്ട മിഷൻ സൗത്ത് ഇന്ത്യ പദ്ധതിക്കാണ് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതിൽ എത്രമാത്രം BJPക്ക് വിജയിക്കാനാകുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ 360 ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.